അദ്ദേഹം ദളിത് പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ അദ്ദേഹം ലോകസഭയിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 9ാം തവണയാണ് അദ്ദേഹം മെമ്പറായി. അത് മാത്രമല്ല, അദ്ദേഹം ചീഫ് വിപ്പാണ്. അതിനുശേഷം പിന്നെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അദ്ദേഹം AICCയിൽ കാര്യങ്ങൾ ഉന്നയിക്കട്ടെ. അല്ല, ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി AICCന്ന് അറിയിച്ചതനുസരിച്ചാണ് ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. പുതിയതായി ചുമതല ഏറ്റെടുത്ത ഭാരവാഹികൾ ഇവിടെ എത്താൻ അറിയിച്ചു. അപ്പോൾ അത് ഇന്ന് 4 മണിക്ക് AICCയിൽ വെച്ച് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗ് ഇതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത്. അല്ല, അതേക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അതൊക്കെ AICCയുമായി ചർച്ച ചെയ്തതിന് ശേഷം AICC ആണ് അതിൻ്റെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ളത്. ഇപ്പോൾ പുനഃസംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പലയിടങ്ങളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകൾ ഏത് അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ തൽക്കാലം പറയാൻ കഴിയുന്നില്ല. എന്തായാലും AICC എന്താണ് പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു മറുപടിയും പറയാനില്ല. എന്നോട് UDF കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനത് ശിരസ വഹിക്കുന്നു. AICC ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ചുമതലപ്പെടുത്തിയ അനുസരിച്ച് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ചടങ്ങിൽ നിന്നും അതുപോലെ തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ നിന്നും ചില നേതാക്കൾ അതൃപ്തിയെ തുടർന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഈ ചുമതലയേൽക്കലിന് ശേഷവും ഈ അതൃപ്തി പാർട്ടിക്കകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അതൃപ്തിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. കാര്യം ഇന്നലെ KPCC ഓഫീസിൽ ഇന്നലെ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം സത്യത്തിൽ അതിനകത്ത് കാലുകുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ആളുകളുണ്ടായിരുന്നു. അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരമാണ്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടാണ് ഞാനതിനെ കണ്ടത്. ഇന്നലെ കൊടുക്കുന്നത് സുരേഷിൻ്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ദളിത് പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത്. ആ വിഷയത്തിൽ എന്താണ്? അല്ല, ഞാൻ അതേക്കുറിച്ച് ഞാനിപ്പോൾ മറുപടി പറയുന്നത് ശരിയല്ല. അദ്ദേഹം ദളിത് പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ അദ്ദേഹം ലോകസഭയിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 9ാം തവണയാണ് അദ്ദേഹം മെമ്പറായി. അത് മാത്രമല്ല, അദ്ദേഹം ചീഫ് വിപ്പാണ്. അതിനുശേഷം പിന്നെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അദ്ദേഹം AICCയിൽ കാര്യങ്ങൾ ഉന്നയിക്കട്ടെ.